ഫാദർ ജോഷി പുതുവ ഭാരത് മാതാ ലോ കോളേജിൽ നടത്തിയ തട്ടിപ്പുകൾ. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ പ്രഥമ മാനേജ്മെന്റ് കൺസൾട്ടന്റും അതിരൂപതാ സ്ഥാപനങ്ങളുടെ കേന്ദ്ര ഓഫീസായ ഐക്കോയുടെ സ്ഥാപകനുമായ ശ്രീ ആൻഡോ ജോൺ എഴുതുന്നു. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ പ്രൊക്യുറേറ്ററായിരുന്ന ഫാദർ ജോഷി പുതുവ അധികാരികളെ സ്വാധീനിച്ച് തൃക്കാക്കരയിലെ നൈപുണ്യ പബ്ലിക് സ്കൂളിന്റെയും ആലുവായിലെ ഭാരത് മാതാ ലോ കോളേജിന്റെയും എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായി. സഹസ്ര കോടിക്കണക്കിന് ആസ്തിയുള്ള എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ പ്രൊക്യുറേറ്റർ എന്ന വളരെ സങ്കീർണവും സുപ്രധാനവുമായ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ഈ ചുമതല കൂടാതെ മറ്റു 2 പ്രശസ്ത സ്ഥാപനങ്ങളുടെ കൂടി ചുമതല ഒരേ സമയം നിർവഹിക്കുവാൻ സാധിക്കില്ല. ഈ വിവരം കാണിച്ച് ഞാൻ മേലധികാരികൾക്ക് കത്തെഴുതി. എങ്കിലും അതിന് യാതൊരു ഫലവും ഉണ്ടായില്ല. എന്തായിരുന്നു ഫാദർ ജോഷിയുടെ ലക്ഷ്യം? ഈ 2 സ്ഥാപനങ്ങളിലും കെട്ടിടം പണി നടക്കുന്നുണ്ടായിരുന്നു. പ്രൊക്യുറേറ്ററായി അദ്ദേഹത്തെ നിയമിക്കുന്നതിന് മുൻപ് അദ്ദേഹം ചേർത്തല നൈപുണ്യ കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന കാലത്ത് അദ്ദേഹം അവിടുത്തെ കെട്ടിടം പണിയിൽ 3 കോടിയിലധികം രൂപ കോൺട്രാക്ടറുമായി ഒത്തുചേർന്ന് തട്ടിപ്പ് നടത്തിയ വിവരം ഇതിനു മുമ്പ് എഴുതിയിരുന്നല്ലോ. അദ്ദേഹം ലോ കോളേജിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്ന സമയത്ത് അവിടെ കെട്ടിടം പണി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീ KM ജോണി എന്ന കോൺട്രാക്ടറുമായി ഫാദർ ജോഷിക്ക് മുൻപ് പ്രൊക്യുറേറ്റർ ആയിരുന്ന ഫാദർ മാത്യു മണവാളൻ 4.29 കോടി രൂപ അടങ്കൽ തുക വരുന്ന ഒരു കരാർ ഒപ്പിടുകയും അതനുസരിച്ച് പണി തുടങ്ങുകയും ചെയ്തിരുന്നു. ഫാദർ ജോഷി കോൺട്രാക്ടർ ശ്രീ ജോണിയോട് 6 മാസത്തിനകം പണി തീർക്കണമെന്ന് പറഞ്ഞു. 4.29 കോടി പണി ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് തീർക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പണി നിർത്തി പോകാനാണ് ഫാദർ ജോഷി കോൺട്രാക്ടറോട് പറഞ്ഞത്. അപ്പോൾ കോൺട്രാക്ടർ 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ഫാദർ ജോഷി അത് നൽകി അദ്ദേഹത്തെ കോൺട്രാക്റ്റിൽ നിന്നും വിടുതൽ ചെയ്യുകയും ചെയ്തു. പിന്നീട് നടന്ന കാര്യമാണ് ഏറ്റവും ദുരൂഹം. ചേർത്തല നൈപുണ്യ കോളേജിന്റെ കെട്ടിടം പണിയിൽ 3 കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയ കോൺട്രാക്ടർ ശ്രീ മാർട്ടിനെയാണ് ലോ കോളേജിന്റെ കെട്ടിടം പണി പിന്നീട് അദ്ദേഹം ഏൽപ്പിച്ചത്. ഡയറക്ടർ ബോർഡിന്റെ അനുവാദത്തോടെ അല്ലാതെ കോൺട്രാക്ടറെ മാറ്റാനോ പുതിയ കോൺട്രാക്ടറുമായി എഗ്രിമെന്റ് ഒപ്പിടാനോ പ്രൊക്യുറേറ്റർക്ക് അധികാരമില്ല. എന്തുകൊണ്ട് ശ്രീ ജോണിയെ ബിൽഡിംഗ് പണിയിൽ നിന്നും മാറ്റിയെന്നോ ശ്രീ മാർട്ടിനുമായുള്ള കരാറിന്റെ തുക എത്രയെന്നോ പണികളുടെ വിവരങ്ങളോ ഡയറക്ടർ ബോർഡിനെയോ ഐക്കോയെയോ ഫാദർ ജോഷി അറിയിച്ചില്ല. ലോ കോളേജിന്റെ കണക്കുകൾ ഡയറക്ടർ ബോർഡിൽ അവതരിപ്പിക്കുവാൻ പറയുമ്പോൾ എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞ് അദ്ദേഹം എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു. ഡയറക്ടർ ബോർഡിന്റെ മീറ്റിംഗുകളിൽ ബഡ്ജറ്റോ കണക്കോ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് പലപ്പോഴും മേലധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. ഈ സമയത്താണ് അതിരൂപതാ സ്ഥാപനങ്ങളിലെ കണക്കുകൾ ഹ്രസ്വമായ കാലയളവുകളിൽ ഇന്റേണൽ ഓഡിറ്റുമാരെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിന് വേണ്ടി ഐക്കോയിൽ ഏതാനും ഇന്റേണൽ ഓഡിറ്റർമാരെ നിയമിക്കുവാൻ വേണ്ടി അധികൃതർക്ക് കത്ത് നൽകിയത്. ഫാദർ ജോഷി അഭ്യർത്ഥനയെ കൂരിയയിൽ ശക്തമായി എതിർക്കുകയും ഈ നീക്കത്തെ അട്ടിമറിക്കുകയുമാണ് ചെയ്തത്. കാരണം ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തിയാൽ ഫാദർ ജോഷി പിടിക്കപ്പെടുമെന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പല സ്ഥാപനാധികാരികൾക്കും ചട്ടങ്ങളോ നിയമങ്ങളോ അറിയണമെന്നില്ല. പലരും ഉദ്യോഗസ്ഥരെ അമിതമായി വിശ്വസിക്കുന്നു. ഇതെല്ലാം മൂലം അറിഞ്ഞോ അറിയാതെയോ പല നഷ്ടങ്ങളും സംഭവിക്കാറുണ്ട്. ഇത്തരം നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ ഇന്റേണൽ ഓഡിറ്റിങ്ങുകൾ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഇനിയെങ്കിലും ഐക്കോയിൽ ഇന്റേണൽ ഓഡിറ്റർമാരുടെ ഒരു ടീമിനെ നിയമിക്കുവാൻ അധികാരികൾ ശ്രദ്ധിച്ചാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ കഴിയും. 2016 നവംബർ 30 ഞാൻ സ്ഥാനം ഒഴിയുന്നതുവരെ ലോ കോളേജിന്റെ കണക്കുകൾ ഐക്കോയിലോ ഡയറക്ടർ ബോർഡിന് മുമ്പാകെയോ ഫാദർ ജോഷി അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം. തൃക്കാക്കര നൈപുണ്യ സ്കൂളിന്റെ കെട്ടിടം പണി കഴിഞ്ഞപ്പോൾ സ്കൂളിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനം ഫാദർ ജോഷി ഒഴിഞ്ഞു. ഫാദർ ജോഷിയെ അതിരൂപതയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി വിദഗ്ധനായ ഒരു സിവിൽ എഞ്ചിനീയറെ കൊണ്ട് ലോ കോളേജിന്റെയും നൈപുണ്യ പബ്ലിക് സ്കൂളിന്റെയും കോൺട്രാക്ട് സംബന്ധമായ കാര്യങ്ങൾ പരിശോധിച്ചാലേ ഫാദർ ജോഷിയുടെ തട്ടിപ്പ് വിവരങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ മാത്രമേ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ ചാൻസലറായി നിയമിക്കുവാൻ കിട്ടിയുള്ളൂ എന്നത് ദുരൂഹമാണ്. ഇപ്പോൾ നടക്കുന്ന അഭ്യൂഹങ്ങളനുസരിച്ച് ഫാദർ ജോഷിയെ ആലുവായിലെ ഭാരത് മാതാ ലോ കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി വീണ്ടും നിയമിക്കാൻ പോകുന്നു എന്നറിയുന്നു. ഒരു പുരോഹിതനെ സാധാരണ നിലയിൽ താനിരുന്ന പള്ളിയിലോ സ്ഥാപനത്തിലോ വീണ്ടും നിയമിക്കുന്ന പതിവില്ല. ഭാരത് മാതാ ലോ കോളേജിൽ അദ്ദേഹം നടത്തിയ തട്ടിപ്പുകളുടെ തെളിവുകൾ നശിപ്പിക്കാനാണോ ഈ നിയമനമെന്ന് ന്യായമായും സംശയിക്കണം. ഇദ്ദേഹത്തെ പോലെയുള്ള ഒരച്ഛനെ ഒരിക്കലും സുപ്രധാന സ്ഥാനങ്ങളിൽ ഒരിക്കലും നിയമിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ തെളിയിക്കുന്നത്.